ഹലോ, എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ഉച്ചറക്കം ഉറങ്ങി എണീറ്റ് നോക്കുമ്പോ തന്നെ കാണുന്നത് കുഞ്ഞമ്മൻ പൊറ്റിയൊരു കസേരയിൽ ഇരുന്ന് ഇങ്ങനെ കയ്യിൽ കണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫെബ്രുവരി 15 സിനിമ തിയേറ്ററിൽ എത്തും എന്ന് പറയാനും കൊടും ക്രൂരതകളുടെ ഞെട്ടിക്കുന്ന പ്രേതക്കഥകൾ നമുക്ക് മുന്നിൽ വരിവറക്കും. അപ്പോ അങ്ങനത്തെ ഒരു പോസ്റ്ററാണ് ദേ കാണ് കാണ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പോസ്റ്റർ അടിപൊളിയാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയി തോന്നിയത് ഈ ഡേറ്റ് തന്നെയാണ്. സംഗതി ഏപ്രിൽ റിലീസ് ഒരുപാട് സിനിമകൾ ഉണ്ടല്ലോ. അപ്പോ ആ സിനിമകൾക്ക് അപ്പുറത്തേക്ക് ഈ ഒരു ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമയും കൂടെ വരുമ്പോൾ എല്ലാം കൂടെ ഭയങ്കര ഒരു ക്ലാഷ് വരും എന്നുള്ള ഡൗട്ട് ഉണ്ടെന്ന്. ഡൗട്ട് ഉണ്ടാവുക വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനോട് മുട്ടി നിൽക്കാനുള്ള സിനിമ ഉണ്ടോ എന്നും അറിയില്ല. പക്ഷെ എല്ലാ സിനിമകളും ഒരു പക്ഷേ ഒരേ ഡേറ്റിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ലീവും കാര്യങ്ങളൊക്കെ എടുത്ത് പോയി കാണാനൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് ആലോചിച്ചിരുന്നു. അപ്പോഴാണ് February 15 പറയുന്നത്. ഈ ഡേറ്റും കുറെ ആളുകൾ പല ഊഹാപോഹങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഒരു കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഇൻ സിനിമാസ് February 15 പറഞ്ഞിട്ടാണ് ഈ ഒരു സാധനം വന്നിട്ടുള്ളത്. മമ്മൂക്ക എന്തോ ആലോചിച്ച് ചാരി കാൽമകാല കയറ്റിയിട്ട് ഈ കയ്യിൽ ഇങ്ങനെ എന്തോ ഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രം ചൊല്ലുകയാണോ എന്തെങ്കിലും ആലോചിക്കുകയാണോ? അത് എന്റെ മനക്കിലേക്ക് സ്വാഗതം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. സോ ആ മനക്കിലേക്ക് ആള് വരുന്നു എന്നറിഞ്ഞിട്ട് ഇരിക്കണോ ഒന്നും അറിയില്ല. സി, ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് വരുന്നുണ്ട്. പക്ഷേ കണ്ടറിയാം, അത്രേ പറയുന്നുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും പറയുന്നില്ല. കണ്ടറിയാം. ഇത് നല്ല സിനിമയാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനപ്പുറത്തേക്ക് എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയാൻ തന്നെ വേണം. ഇതിന്റെ ഇടയിൽ ഓഡിയോ സൗണ്ട് ട്രാക്ക് വന്നിട്ടുണ്ട്. അത് അതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ആദ്യം ഞാൻ കേട്ടപ്പോൾ കുറെ ഭാഗങ്ങൾ കേട്ടപ്പോൾ ആ ഒരു ഒരേ ആളുടെ വോയിസിൽ കുറെ ഹൈമൻ സംഭവങ്ങൾ കുറെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. പക്ഷെ പിന്നീട് ലാസ്റ്റ് എത്തിയപ്പോഴേ ആ ഹെഡ്സെറ്റ് വെച്ച് നമ്മൾ കണ്ണടച്ച് കേട്ടിരുന്നാൽ മറ്റൊരു യൂണിവേഴ്സിൽ എത്തിയ ഒരു ഫീൽ ഉണ്ട്. വേറെ എവിടെയോ എത്തിപ്പെട്ട പോലെ. അതിനുള്ളിൽ നമ്മൾ ഇതിന്റെ ട്രെയിലറിലെ ചില സീക്വൻസും ചില സംഭവങ്ങളും ആ ഒരു ഇരുട്ടും പ്രേതവും അത്തരത്തിൽ നമ്മളെ കേട്ട കഥകളൊക്കെ ആയിട്ട് മിക്സ് ചെയ്തൊക്കെ അങ്ങനെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പേടിയാവും. ജസ്റ്റ് ഒരു സൗണ്ട് ട്രാക്കിന് അതും ഭയങ്കരമായിട്ടുള്ള ഒരു ഇതൊന്നും അല്ല. അതിന്റെ വരികൾ, അത് സിനിമയുടെ കഥ എന്തായിരിക്കാം, ഇതിന്റെ ഒരു ഫ്ലോ എന്തായിരിക്കും എന്നൊക്കെ ശരിക്കും വിളിച്ചു പറയുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് ട്രാക്ക് ആയിരുന്നു. പോരാത്തിന് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ മ്യൂസിക്കും എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ സംഭവം കറക്റ്റ് ഫീൽ ചെയ്തിട്ടുള്ളത് മണിച്ചിത്രതാഴ് എന്ന് പറഞ്ഞ സിനിമയിലാണ്. അപ്പൊ ഒരു മുறை വന്ന് പാർത്ത എന്നുള്ള സ്ലോയിൽ ഇങ്ങനെ പാടുമ്പോ തന്നെ ഉണ്ടല്ലോ ആ വന്ന് പാരാ അതാണ് ഇങ്ങനെ വരുമ്പോ ആ ഒരു വോയിസും എന്താ പറയാ ശോഭനയുടെ നൃത്തച്ചൂടുകളുടെ ചില സാധനങ്ങളും അതുപോലെ ഈ ഇടയ്ക്ക് വരുന്ന ഒരു ഒരു വീണയിലും മറ്റ് ഓരോ സംഭവത്തിലും തന്ത്രി മീട്ടുന്നതും അതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. പണ്ടത്തെ എന്താ പറയാ ഈ ഉത്സവങ്ങളുടെ ഇടയിൽ നിന്ന് കേൾക്കുന്ന ചില സാധനങ്ങളും അങ്ങനെ എല്ലാം കൂടി ഒരു ഭയങ്കര മിക്സ് ഉണ്ടായിരുന്നല്ലോ. അത്തരത്തിലൊരു സൗണ്ട് ട്രാക്ക് മിക്സ് ഉണ്ടായിരുന്നു അതിൽ. അതും ഗംഭീരമായിരുന്നു. ഇപ്പോ എന്തായാലും February 15 സിനിമ എത്തും. അത് കൺഫേം ആയിട്ടുണ്ട്. അത് വലിയ സന്തോഷമുള്ള കാര്യം. ഒന്ന് പെട്ടെന്ന് ഡേറ്റിന് ഇല്ല എന്നുള്ളതാണ്. 27 30 10 18 ദിവസം അല്ലെ? അതൊരു കാര്യം. ഇനി പറയാനുള്ളത് കങ്ക കങ്ക കങ്കുവ അതിനെ കുറിച്ചാണ്. നമുക്ക് 11 o'clock വന്നിട്ടുണ്ട് സംഭവം. പക്ഷെ ആ സമയത്ത് റേഷൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇനിയിപ്പോ ഇതും കൂടെ വന്നപ്പോൾ ഇതിന്റെ കൂടെ ചെയ്യാന്ന് വിചാരിച്ചു. അതായത് കങ്കുവൻ എന്ന് പറയുന്നത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. അത് നമുക്ക് ഉറപ്പാണ്. മാത്രമല്ല ആ ലുക്ക് വൈസ് അത് ഭയങ്കര സംഭവമായിരുന്നു. നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. ജസ്റ്റ് കങ്കുവൻ സ്ക്രീനിൽ ഇങ്ങനെ വന്ന ക്ലോസപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഓരോ പിക്ചേഴ്സും അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂംസും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ഒരു സ്കാർസും എല്ലാം ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്തിരുന്നു. പ്രസന്റ് ലുക്കിനേക്കാൾ കൂടുതൽ കങ്കുവന്റെ ലുക്കാണ് എനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നിയത്. അപ്പൊ കങ്കുവന്റെ ഒരു വില്ലൻ വരുമ്പോൾ അതെങ്ങനെ ഉണ്ടാവണം? അത് കങ്കുവിനേക്കാൾ മുകളിൽ പോകണം. ഇല്ലെങ്കിൽ കങ്കുവിനോട് കട്ടക്ക് നിൽക്കുന്ന ഒരു സാധനം വേണം. അങ്ങനെ ഒരു പിക്ചർ ആര് വരും എന്നുള്ളൊരു ചിന്ത ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കമൽഹാസനൊക്കെ ആ തലത്തിൽ വരാറുണ്ട്. തങ്കനാലിലെ നമ്മുടെ എന്താ പറയാ ചിയാൻ വിക്രത്തിന്റെ ലുക്കൊക്കെ ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഒരു ഒരു വില്ലത്തരം വരികയും വേണം. അങ്ങനൊരു സാധനം. അപ്പൊ ഇന്നൊരു കൈ തന്നിരുന്നു, അടിപൊളിയായിരുന്നു. ബോബി ഡിയോളാവും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. സോ ഇതാണ് പോസ്റ്റർ. നമ്മൾ ആഗ്രഹിച്ചതിന്റെ ഒരു പക്ഷെ മുകളിൽ തരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട്. പക്ഷെ കങ്കുവനേക്കാൾ മുകളിൽ പോയി ഞാൻ ഒരിക്കലും പറയില്ല. പല ആളുകളും അങ്ങനെയൊക്കെ കമന്റ് കാണുന്നുണ്ട്. പക്ഷെ കങ്കുവന്റെ മുകളിൽ പോകൂല. കങ്കുവനാണ് ഇതിലെ മെയിൻ വില്ലൻ. അത് ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. അതിന്റെ മുകളിൽ ഇനി പോകില്ല. ബട്ട് അതിനോട് ഏകദേശം കട്ടയ്ക്ക് നിൽക്കുന്ന തരത്തിലുള്ള സാധനം. പിന്നെ ബോബി ഡിയോൾ ആണ്. അദ്ദേഹത്തിന്റെ ഒരു മാരക പെർഫോമൻസിൽ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ആനിമലിൽ വന്ന പോലെ ഒന്നും അല്ലാതെ കുറച്ച് ഭാഗങ്ങളിൽ അങ്ങനെ ആയി പോവാതെ ആ പെർഫോമൻസിനുള്ള നല്ല സ്പേസ് കൊടുത്ത് പുള്ളിക്കാരനെ അവതരിപ്പിക്കുകയാണെങ്കിൽ
ഇതൊരു മാരകം തന്നെ ആയിരിക്കും. ഒന്നുമില്ല, നെഞ്ചിൽ ഹാർട്ടിന്റെ ഭാഗത്ത് ഒരു ചോരയിൽ കുളിച്ച് വെക്കുന്ന ഒരു സംഭവം കാണുന്നുണ്ട്. ഇടത്തെ കണ്ണ് പുള്ളിക്കാരൻ നഷ്ടമായിട്ടുണ്ട്, ഫുള്ള് വൈറ്റാണ്, കണ്ണ് കാണില്ലാവുന്നുണ്ട്. അത് വല്ല യുദ്ധങ്ങളിലോ ഒക്കെ പോയതായിരിക്കും, കാരണം അന്നത്തെ വീരന്മാർക്കൊക്കെ എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമല്ലോ. ബട്ട് അതുപോലും അദ്ദേഹത്തിന്റെ മുഖത്ത് ആ ഒരു ക്രൂരത കൊണ്ടുവരാൻ ഭയങ്കരമായിട്ട് പറ്റുന്നുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, ഭാവം തന്നെ ഞാനാണ് ദി ഓൾമൈറ്റി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഞാനാണ് ദൈവം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന അത്തരത്തിലൊരു ഞാനാണ് എല്ലാം എന്നുള്ളൊരു സംഭവം, അങ്ങനെ ഒരു മുഖഭാവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പിറകിൽ കുറേ സ്ത്രീകൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും ചുറ്റും നിൽക്കുന്ന മുഴുവൻ സ്ത്രീകളാണ് തോന്നുന്നു, പുരുഷന്മാരൊന്നും കാണുന്നില്ല. മുഴുവനും സ്ത്രീകൾ തന്നെയാണ് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ആർമി തന്നെ ഒരു പക്ഷേ സ്ത്രീകളായിരിക്കാം, എങ്ങനെ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതിൽ കുറെ ആളുകൾ മാനിന്റെ ഒക്കെ കലമാനിന്റെ ഒക്കെ കൊമ്പ് പോലുള്ള സംഭവങ്ങൾ തലയിൽ ധരിച്ചിട്ടുണ്ട്. പിന്നെ കുറെ ആളുകൾ ഇവനിങ്ങനെ എല്ലാവരും ഇവനിങ്ങനെ ആ ഒരു കൂട്ടത്തിൽ നിന്ന് സെന്ററിൽ നിന്ന് ഇങ്ങനെ വരണം. അപ്പൊ അവന്റെ ദേഹത്തൂടെ ഫുള്ള് ഇങ്ങനെ തൊട്ട് തലോടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അത് അവരുടെ എല്ലാവരുടെയും ഒരു പുരുഷൻ എന്നുള്ള ഒരു എന്താ പറയാ, ഒരു ഒരു ഹീറോയിക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഇവരുടെയൊക്കെ ഒരു സ്വപ്ന പുരുഷൻ എന്നൊക്കെ ഉണ്ടാവില്ല, അത്തരത്തിലൊരു കഥാപാത്രമാണോ ഇനി ഒരു പക്ഷേ സെക്ഷുവലി അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവമാണോ എനിക്ക് അറിയില്ല. പക്ഷെ അവരൊക്കെ അവരുടെ എല്ലാമായിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഭയങ്കര സംഭവമാണ്. ഒരു പക്ഷെ ആ നാടിന്റെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം, ഒരു ഒരു എല്ലാവർക്കും ഒരു ആരാധിക്കുന്ന ഒരു പുരുഷൻ എന്നൊക്കെ ഉണ്ടല്ലോ, ആരാധനാ പുരുഷൻ, അതിനപ്പുറത്തേക്ക് ഭയങ്കര ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിനെ പോലെ കാണുന്ന അങ്ങനത്തെ ഒരാളായിരിക്കാം ഒരു പക്ഷേ. അപ്പൊ അത്രയും ക്രൂരമായിട്ടുള്ള ഒരാളും ആവും, അതേസമയം സ്വന്തം ആളുകളുടെ ഇടയിൽ ഭയങ്കര സംഭവമായിരിക്കാം. അപ്പൊ ഏത് രീതിയിലാണ് നമുക്ക് അറിയില്ല. ഇനി എന്തെങ്കിലും വല്ല മന്ത്രവാദമോ സംഭവങ്ങൾ എന്തും നടക്കുന്നതിന്റെ ഇടയിലാണെന്നും അറിയില്ല. എന്തായാലും മുഴുവൻ സ്ത്രീകളാണ് കാണിച്ചിട്ടുള്ളത്. പുറകിൽ കുറെ ആൾക്കാരുണ്ട്, അവരൊക്കെ സ്ത്രീകൾ തന്നെയെന്ന് തോന്നുന്നു. പിന്നെ മുമ്പിൽ ഇവരെ തൊട്ട് നിൽക്കുന്ന ഈ ആളുകളുടെ അത് റെഡ് സാരി ആണോ കറക്റ്റ് പറയാൻ പറ്റില്ല, ചോരയാണോ തോന്നുന്നത്, ശരീരത്തിൽ മുഴുവൻ ചോര കേട്ടോ. അവരുടെയൊക്കെ കണ്ണ്, ഇവിടെ ചില ആളുകളുടെ കണ്ണ് കെട്ടിയിട്ടുണ്ട്. അയാളുടെ നെറ്റിന്റെ മുകളിലൂടെയാണ് കണ്ണ് കെട്ടിയില്ല, നെറ്റിന്റെ മുകളിൽ തോന്നുന്നു. പിന്നെ ഇവിടെ മുഖം ഇങ്ങനെ ഒരു സംഭവം, ഒരു വല പോലെ സംഭവിച്ചിട്ട് മുഖം ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. നൈസായിട്ട് എന്താ സംഭവം ഒരു പിടിയില്ല. എന്തായാലും റൂത്ത്ലെസ്, പവർഫുൾ, അൺഫോർഗറ്റബിൾ, ഹാപ്പി ബർത്ത്ഡേ ടു അവർ ഉദ്ധിരൻ ബോബി ഡിയോൾ സാർ എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. ശരിയാണ്, റൂത്ത്ലെസ്, പവർഫുൾ ആൻഡ് അൺഫോർഗറ്റബിൾ. ഇതൊരു കത്തി. അപ്പോൾ റൂത്ത്ലെസ് ആണ് ആള് എന്നുള്ളത് അതിലൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്തായാലും ഒരു കിടിലൻ പോസ്റ്ററാണ് തന്നിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ പോലെ കങ്കുവിന്റെ മുകളിൽ പോയി എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. ബട്ട് ഇതൊരു മാരകമായിട്ടുള്ള സാധനം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവര് തമ്മിൽ വരുന്ന ഒരു സ്ക്രീനിൽ ഇങ്ങനെ ഓപ്പോസ് ചെയ്ത് മുഖാമുഖം വരുന്ന സംഭവങ്ങളും അപ്പൊ നടക്കുന്ന ഫൈറ്റും ആ ഒരു സംഭവങ്ങളൊക്കെ ഭയങ്കരമായിരിക്കും എന്നാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും അതിനെക്കുറിച്ചും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിപ്പോ സത്യം പറഞ്ഞാൽ പറയാൻ പേടിയുണ്ട്, നല്ലതല്ല. കാരണം പറയുന്നതൊക്കെ കയ്യിൽ നിന്ന് പോവാണ്. അതുകൊണ്ട് ഇത് വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ട്രെയിലർ വരട്ടെ, അത് കാണുമ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും എനിക്ക് ഭയങ്കര മാരകമായിട്ട് തന്നെ ഫീൽ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. ഇനി പറയാനുള്ളത് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ടുള്ള ടൊവിനോ തോമസ് നായകനായിട്ട് വരുന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് രാത്രി 7 മണിക്ക് അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് 7 മണിക്ക് വരും. അങ്ങനെ ഒരു പോസ്റ്റർ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റർ ഇത്രയേ ഉള്ളൂ. ഈ പോസ്റ്ററിലും പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. അവൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നതാണ്, കുറെ ഫയലും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. പോലീസ് ഓഫീസറാണ്. ടീസർ വന്നിരുന്നു, വളരെ ചെറിയ ടീച്ചറായിരുന്നു, പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. വെറുതെ ഒരു ഗ്ലിംസ് പോലെ ചെറിയൊരു സാധനം വെറുതെ തന്ന പോലെ ഉള്ളായിരുന്നു. ജസ്റ്റ് വണ്ടിയിൽ കുറെ വന്നു, അവിടുന്ന് തന്നെ വരുന്നു, ഇങ്ങനെ വരുന്നു. പ്രത്യേകിച്ച് ഒരു സംഭവം ഒരു കൊടുത്തില്ല, ഒരു ഡയലോഗോ ഒന്നും, നല്ലൊരു സാധനം ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ബട്ട് ട്രെയിലർ വരുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പോഴേ നമുക്ക് ഇതിന്റെ ഒരു റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ടീസർ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എന്നുള്ളതായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിനിമ പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അന്വേഷിപ്പിൻ കണ്ടെത്തുവിന്റെ ട്രെയിലർ, ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് 7 മണിക്ക് വരും. സാധാരണ വന്നിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. കാണാൻ ശ്രമിക്കുക. അപ്പോ കങ്കുവ, അതിലെ ഉദിരൻ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലൻ ക്യാരക്ടറിന്റെ പോസ്റ്റർ ഫെബ്രുവരി 15-ന് മമ്മൂക്കേന്റെ ഭ്രമയുഗത്തിലെ കുഞ്ഞമൻ പോറ്റി. എന്റെ മോനെ, നിങ്ങൾ ഏതിനാണ് കാത്തിരിക്കുന്നത്? മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കറണ്ട് ഇല്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നത്. അപ്പോ സംഭവം ഒക്കെ ആയിരിക്കും, പക്ഷെ ചില സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നും. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ.